പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദിഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വസ്സാബിരീന ഫിൽ ബഅസാഇ വദ്ദറാഇ വഹീനൽ ബഅസ് എന്ന ഭാഗമാണ് പഠിച്ചു വന്നത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമാലുക്കളെ പ്രത്യേകം പ്രശംസിച്ച് പറഞ്ഞതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആ ക്ഷമാലുക്കൾ, അവർ ക്ഷമിക്കുന്ന വിഷയങ്ങൾ, അതിൽ ഫിൽ ബഅസ അതേപോലെ വദ്ദറ ഇവയാണ് നമ്മൾ പഠിക്കുകയുണ്ടായത്. അൽ ബഅസ നമ്മൾ പറഞ്ഞു, വറുതിയാണ്, പട്ടിണിയാണ്, ദാരിദ്ര്യാവസ്ഥയാണ്. അതുകൊണ്ട് ഉദ്ദേശം നമ്മൾ പഠിച്ചെത്തിയത് വദ്ദറ എന്നുള്ള പ്രയോഗത്തിലാണ്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് കഷ്ടതകൾ, രോഗങ്ങൾ, വിഷമതകൾ, മോശമായ അവസ്ഥാവിശേഷങ്ങൾ എന്നൊക്കെയാണ്. ആ ദറാ ആർക്കൊക്കെ ഏൽക്കും തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുമൊഴികളിലും ദറാഇനെയും സറാഇനെയും ചേർത്ത് പറഞ്ഞത് കാണാം. സറാഇൻ്റെ നേരെ വിപരീത പദമാണ് ദറാ. ഇവിടെ വദ്ദറാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വാവ് അത്ഫിൻ്റേതാണ്. ക്ഷമാലുക്കളെ അള്ളാഹു പ്രശംസിക്കുന്നു, പ്രത്യേകമാക്കുന്നു. അവരുടെ ക്ഷമ ഫിൽ ബഅസാഇ, ബഅസായിലും വദ്ദറ ദറായിലുമാണ്. നമ്മൾ പറഞ്ഞു അസ്സറാ എന്നതിൻ്റെ വിപരീത പദമാണ് ദറ. വിശുദ്ധ ഖുർആനിൽ വഖാലു ഖദ് മസ്സ ആബാഅന അദ്ദറാഉ വസ്സറാഉ ഫഅഖദ്നാഹും ബഗ്ത വഹും ലാ യശ്ഉറൂൻ. ഞങ്ങളുടെ പിതാക്കൾക്ക് ദറാ ബാധിച്ചു, സറാ ബാധിച്ചു. സറാ എന്നുള്ളത് സന്തോഷാവസ്ഥയാണ്, ദറാ എന്നുള്ളത് ദുരിതാവസ്ഥയാണ്. സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും അവസ്ഥകളെയാണ് ഈ പദങ്ങൾ അറിയിക്കുന്നത്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ വൽ കാദിമീനൽ ഗൈദ വൽ ആഫീന അനിന്നാസ്. മുത്തഖീങ്ങളെ വിശദീകരിക്കുമ്പോൾ സൂറത്തു ആലി ഇംറാനിൽ അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ, സറായിലും ദറായിലും ചെലവഴിക്കുന്നവർ, തങ്ങളുടെ സന്തോഷത്തിൻ്റെ നാളുകളിൽ സന്തോഷാവസ്ഥയിലും തങ്ങളുടെ സന്താപത്തിൻ്റെയും ദുരിതത്തിൻ്റെയും അവസ്ഥയിലും ചെലവഴിക്കുന്നവരാണ് മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഈ ദറ, അതിൻ്റെ ആ പദപ്രയോഗം, അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാനാണ് ഞാൻ ഇത് ഉണർത്തുന്നത്. ഒരു ഹദീസിൽ അജബൻ ലി അംരിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം മഹാത്ഭുതം തന്നെ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസിയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഹദീസിൻ്റെ പ്രയോഗത്തിൽ കാണാം ഇൻ അസാബതുഹു സറാ ശകർ ഫകാന ഖൈറല്ല വഇൻ അസാബതുഹു ദറാ സബർ ഫകാന ഖൈറല്ല. ഇൻ അസാബത്തുഹു സറാ, ഒരു വിശ്വാസിക്ക് സറാ ഏൽക്കുകയായാൽ ശക്കർ, അവൻ നന്ദി കാണിക്കും, അതപ്പോൾ അവന് നന്മയായി ഭവിക്കും. വൈൻ അസാബത്തുഹു ദറാ, വിശ്വാസിക്ക് ദറാ ബാധിച്ചാൽ സബർ, അവൻ ക്ഷമിക്കും. വസാബിരീൻ, ദറാ ബാധിച്ചാൽ അവൻ ക്ഷമിക്കും, സബർ ഫകാന ഖൈറല്ല. അതുകൊണ്ടാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് സറായിന് വിധേയനായാലും ദറായിന് വിധേയനായാലും വിശ്വാസിക്ക് ഖൈറാണ്. സറായിൽ ശുക്രാണ്, ദറായിൽ സബ്രാണ്. ഏതായാലും ഇവിടെ ഈ ദറാ കൊണ്ടുള്ള ഉദ്ദേശം ദുരിതാവസ്ഥ, ഞെരുക്കത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും അവസ്ഥ, ക്ലേശം, രോഗം, മോശമായ സ്ഥിതിവിശേഷം, ഇതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശം. ഈ സമയങ്ങളിലൊക്കെയും ക്ഷമിക്കുന്നവർ, അവരുടെ പുണ്യം, ബിർ അല്ലെങ്കിൽ അവരാകുന്ന പുണ്യം, അതാണ് യഥാർത്ഥ പുണ്യം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ വിഷയങ്ങളിലൊക്കെ നമ്മൾ ഇതിനു മുമ്പ് സംസാരിക്കുകയുണ്ടായി. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് വഹീനൽ ബഅസ് എന്നാണ്. ക്ഷമിക്കുന്നവർ, വഹീനൽ ബഅസ്, ബഅസിൻ്റെ അവസരത്തിലും സമയത്തിലും. ഹീന എന്നുള്ളത് വഖ്ത് എന്ന അർത്ഥത്തിൽ സമയം, ബഅസിൻ്റെ അവസ്ഥയിലും എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ബഅസ്
എന്താണ്? നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു പ്രയോഗമാണ് അൽ ബഅസ്. ഇതിനു മുമ്പ് നമ്മൾ ഈ പദപ്രയോഗം ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്. അൽ ബഅസ് എന്നുള്ളത് പല അർത്ഥങ്ങളിലേക്ക് അല്ലെങ്കിൽ പല അർത്ഥങ്ങളെ അറിയിക്കുന്ന ഒരു പദമാണ്. പേടിയെക്കുറിച്ച്, അതേപോലെ തന്നെ അൽ ഹർബ് യുദ്ധം, അതേപോലെ തന്നെ ഈ രോഗം, ഇങ്ങനെ തുടങ്ങി പല അർത്ഥങ്ങളിൽ വരുന്നത് ഒരു പദമാണ് ബഅസ്. ഇപ്പോൾ ലാ ബഅസ് അലൈക്ക് എന്ന് പറയും. ലാ ബഅസ് ഹദീസുകളിലൊക്കെ കാണാം. ലാ ബഅസ് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കണ്ട, യാതൊരു പേടിയും ആവശ്യമില്ല, പ്രശ്നമാക്കണ്ട എന്ന ആശയത്തെ ധ്വനിപ്പിക്കാൻ ലാ ബഅസ് പ്രയോഗിക്കും. അതേപോലെ രോഗത്തിന് പൊതുവെ അൽ ബഅസ് എന്നുള്ളത് പ്രയോഗിക്കും. നമ്മൾ ചില ദുആവചനങ്ങൾ പഠിപ്പിക്കപ്പെട്ടല്ലോ. ഉദാഹരണത്തിന് ഇംസഹിൽ ബഅസ് റബ്ബന്നാസ് ബിയദിക ശിഫ ലാ കാശിഫ ലഹു ഇല്ലാ അൻത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ശ്രവിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ തന്നെ പ്രയോഗിച്ച ഒരു ദുആവചനാണിത്. ഇംസഹിൽ ബഅസ് എന്താ? രോഗം പോക്കേണമേ, പ്രയാസം നീക്കേണമേ, റബ്ബൽ നാസ് ജനങ്ങളുടെ റബ്ബേ, ബിയദിക ശിഫ നിൻ്റെ കയ്യാലാകുന്നു രോഗശമനം, ലാ കാശിഫ ലഹു ഇല്ലാ അൻത്. അൽ ബഅസ് രോഗത്തെ പോക്കുന്നവൻ നീ അല്ലാതെ മറ്റാരുമില്ല എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു തആല പറയുന്നത്, കുൻതു അർഖി ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഐൻ ഫഅദഉ യദി അലാ സദ്രിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഞാൻ മന്ത്രിക്കുമായിരുന്നു തിരുദൂതരുടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട്, അത് കണ്ണേറിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി. എന്നിട്ടാണ് ഈ ദുആ ഇംസഹിൽ ബഅസ് റബ്ബന്നാസ് എന്നുള്ള ദുആ അവർ നിർവഹിച്ചിരുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇതേപോലെ വേറെയും ദുആകൾ നിർവഹിച്ചത്. ഇദ്ഹബിൽ ബഅസ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു രോഗി കൊണ്ടുവരപ്പെട്ടു, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രോഗിയെ സന്ദർശിച്ചാൽ നിർവഹിക്കുന്ന ദുആയാണ് ഇത്. തിരുദൂതർ വലത് കൈ കൊണ്ട് ഇങ്ങനെ തടവിക്കൊണ്ട് പറയും, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ് ഇശ്ഫിഹി അൻത ത്വബീബു അൻത ശാഫി ലാ യക്ഷിഫുൽ കർബ ഇല്ലാ അൻത് ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക ഷിഫാഅൻ ലാ യുഗാദിറു സഖമ. അറിയപ്പെട്ട റുഖിയാണ്. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ് അല്ലെങ്കിൽ അദ്ഹിബിൽ ബഅസ്, രോഗം പോക്കേണമേ, ഇശ്ഫിഹി നീ ഇദ്ദേഹത്തിന് ശിഫ നൽകണമേ, അൻത ത്വബീബു നീയാകുന്നു തബീബ്, വഅൻത ശാഫി നീയാകുന്നു അശാഫി രോഗം ഭേദമാക്കുന്നവൻ, രോഗം ഷിഫയാക്കുന്നവൻ എന്നൊക്കെ അർത്ഥത്തിൽ. ഇതേപോലെ ഒരിക്കൽ അബ്ദുൽ അസീസ് ഇബ്നു സുഹൈബും സാബിത്തുൽ ബുനാനിയും അനസ് റളിയല്ലാഹു തആലയെ സന്ദർശിച്ച ഒരു ചരിത്രമുണ്ട്. അതിൽ യാ അബ ഹംസ ഇഷ്തകൈത് എന്ന് പറയുന്നത്, അബു ഹംസ പറഞ്ഞാൽ അനസ് റളിയല്ലാഹുവിൻ്റെ വിളിപ്പേരാണ്. താങ്കൾക്ക് രോഗമായോ എന്ന് സാബിത്തുൽ ബുനാനി താബി പണ്ഡിതന്മാരിൽ പ്രസിദ്ധനാണ്. അദ്ദേഹം ചോദിക്കുകയാണ്. എന്നിട്ട് അലാ അർഖീക ബി റുഖിയത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റുഖിയ ഞാൻ നിങ്ങൾക്ക് നിർവഹിച്ചു തരട്ടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ബല. അപ്പോൾ സാബിത്തുൽ ബുനാനി അല്ലാഹുമ്മ റബ്ബന്നാസ് മുദ്ഹിബൽ ബഅസ് ഇശ്ഫി അൻത ശാഫി ലാ ഷാഫിയ ഇല്ലാ അൻത ഷിഫാഅൻ ലാ യുഗാദിറു സഖമ ഈ റുഖിയ നിർവഹിച്ചു തന്നെ. അലാ അർഖീക ബി റുഖിയത്തി റസൂലില്ലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റുഖിയ താങ്കൾക്ക് നിർവഹിക്കട്ടെ എന്നാണ് ചോദിച്ചത്. എന്നിട്ടാണ് ഇത് നിർവഹിച്ചു കൊടുത്തത് എന്നുള്ളതാണ്. ഇവിടെയൊക്കെ ഈ ദുആവചനങ്ങൾ ഇത് ഇപ്പോൾ അദ്ഹിബിൽ ബഅസ് റബ്ബന്നാസ് വഷ്ഫിഹി ഇന്നക അൻത ശാഫി, ഇത് മറ്റൊരു ദുആവചനാണ്. ഇമാം അഹ്മദ് മുസ്നദിൽ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മുഹമ്മദ് ഇബ്നു ഹാത്തിബ് പറയാണ്, ഒരിക്കൽ തിളച്ച വെള്ളമുള്ള കലം എൻ്റെ കയ്യിൽ മറിഞ്ഞു, അങ്ങനെ കൈ പൊള്ളലേറ്റു. അപ്പോൾ എൻ്റെ ഉമ്മ എന്നെയും കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോയി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു. അതിൽ ഒരു വചനം അദ്ദേഹം മനസ്സിൽ കൂറിയത് അദ്ഹിബിൽ ബഅസ് റബ്ബന്നാസ് വഷ്ഫിഹി ഇന്നക അൻത ശാഫി. ഇതാണ് ആ പൊള്ളലേറ്റ കയ്യിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ റുഖിയ ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. വകാന യത്ഫുലു ഫിഹ എന്നാണ്. എന്നിട്ട് ഈ ദുആ ചെയ്തിട്ട് ആ പൊള്ളലേറ്റ കയ്യിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പാറ്റി തുപ്പുമായിരുന്നു എന്നാണ്, ഈറനോടുകൂടി ഊതുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഞാനിത് ഇവിടെ ഒരു സന്ദർഭോചിതമായിട്ട് ഞാൻ ഉണർത്തിയതാണ്. ഏതാനും ദുആവചനങ്ങൾ നമ്മൾ ഓർക്കാൻ, റുഖിയ ശർഇയ്യ അത് നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഇവിടെ ഇതിലൊക്കെ പറഞ്ഞ അൽ ബഅസ് ഉണ്ടല്ലോ, ഇവിടെ ഇംസഹിൽ ബഅസ്, മുദ്ഹിബൽ ബഅസ്, അദ്ഹിബിൽ ബഅസ്
ഉണ്ടാ ഈ പ്രയോഗങ്ങൾ, ഇത് കണ്ടാ, രോഗം, അതേപോലെ തന്നെ വിഷമം, ഇതിനെ അറിയിക്കുന്ന പ്രയോഗമാണ്. ഇതേ പ്രയോഗമാണ് ഇവിടെ നമ്മുടെ വചനത്തിലുള്ളത്, വഹീനൽ ബസ് എന്നുള്ളിടത്തുള്ളത്. പക്ഷേ ഇവിടെ ബസ് കൊണ്ട് ഉദ്ദേശം പേടി, രോഗം എന്നുള്ളതല്ല. അത് നമുക്കിവിടെ കഴിഞ്ഞുപോയി. വസാബിരീന ഫിൽ ബഅസാഇ വദ്ദറാ എന്നുള്ളിടത്ത്. അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശം? വഹീനൽ ബസ്. ആ ഉദ്ദേശം മറ്റ് ചില ഹദീസുകൾ നമ്മളോട് പറയുന്നുണ്ട്. എന്താണത്? അത് യുദ്ധമാണ്. ബദർ യുദ്ധത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനൊക്കെ അതിൻ്റെ വിശേഷം പിൽക്കാലത്ത് ഉദ്ധരിക്കുമ്പോൾ, ഫലമ്മ ഹദറൽ ബഅ്സു യൗമ ബദ്രിൻ, ബദർ യുദ്ധദിനം യുദ്ധം സന്നിഹിതമായപ്പോൾ, ഹദറൽ ബഅ്സു യുദ്ധം സന്നിഹിതമായപ്പോൾ, ഇത്തഖൈന ബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, സഹാബികൾ പറയുന്നത് ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മറ പിടിച്ചു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വീര ശൂര നേതാവായി ശത്രുക്കളോടടുത്ത് യുദ്ധത്തിൽ നേതൃത്വം നൽകിയപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ മറ പിടിച്ച് ഞങ്ങൾ നിന്നു എന്നാണ് പിന്നെ പറയുന്നത്. അവിടെ ഫലമ്മ ഹദറൽ ബഅ്സു എന്നാണ്. കുന്ന ഇദാ ഇഹ്മറൽ ബഅസ് വലഖിയൽ ഖൗമുൽ ഖൗം ഇത്തഖൈന ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞത് കേൾക്കാം. കുന്ന ഇദാ ഇഹ്മറൽ ബഅസ്, യുദ്ധം ചൂട് പിടിച്ചാൽ, അൽ ബഅസ് ചൂട് പിടിച്ചാൽ, വലഖിയൽ ഖൗമുൽ ഖൗം സൈന്യം ശത്രു സൈന്യവുമായിട്ട് മുഖാമുഖം നിന്നാൽ, ഇത്തഖൈന ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങൾ മറ പിടിക്കുമായിരുന്നു എന്ന് സഹാബികൾ പറയാണ്. ഹുനൈൻ യുദ്ധത്തിൻ്റെ ചരിത്രത്തിലും ഇങ്ങനെ ഒരു സംഭവം കാണാം. അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു ആളുകളോട് ചോദിക്കുന്നുണ്ട്, അകുൻതും ഫറർത്തും യൗമ ഹുനൈനിൻ, ഹുനൈൻ യുദ്ധദിനം നിങ്ങൾ പിന്നെ തോറ്റോടിയിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിനോടുള്ള പ്രതികരണത്തിൽ, അമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫലം യഫിർ യൗമ ഇദിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹുനൈൻ യുദ്ധദിനം ഓടിയിട്ടില്ല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പല മുസ്ലിമീങ്ങളും ഹുനൈൻ യുദ്ധഭൂമിയിൽ നിന്ന് ഓടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്തു, അനൻ നബിയു ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നബിയാണ്, യാതൊരു വ്യാജ വാർത്തയുമല്ലത്, ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണെന്ന് പറഞ്ഞ് അല്ലാഹുമ്മ നസ്സിൽ നസ്റക്, അള്ളാഹുവേ നിൻ്റെ സഹായം അവതരിപ്പിക്കുക എന്ന് പറഞ്ഞ് ദുആ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ഉറച്ചു നിന്നു, പിടിച്ചു നിന്നു. കുന്ന വല്ലാഹ് ഇദഹ്മറൽ ബഅസ് നത്തഖിബി, നമ്മൾ കേട്ടതുപോലെ. പിന്നെ സഹാബികൾ പറയാണ്, അള്ളാഹുവാണ് സത്യം, യുദ്ധം കൊടുമ്പിരി കൊണ്ടാൽ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ മറ പിടിക്കുമായിരുന്നു. വ ഇന്ന ശുജാഅ മിന്ന ലല്ലദീ യുഹാദി ബിൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം, ഞങ്ങൾ സഹാബികളിൽ ധീരന്മാർ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ നേരെ നിന്ന് ശത്രുവിൽ നിന്ന് മറ സ്വീകരിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഞാനിത് ഇത് ഉദ്ധരിച്ചത് ഈ അൽ ബഅസ് എന്നതിൻ്റെ വിവക്ഷ മനസ്സിലാക്കാനാണ്. പല അർത്ഥങ്ങളിൽ പ്രയോഗിക്കപ്പെടുന്ന ഒരു പദമാണ് അൽ ബഅസ്. പക്ഷേ ഇവിടെ വഹീൻ അൽ ബഅസ് എന്ന് പറഞ്ഞെങ്കിൽ യുദ്ധവേളയിൽ ക്ഷമ അത് അത്യന്താപേക്ഷിതാണ്. ധീരത തെളിയിക്കാൻ, ഉറപ്പ് ഉണർത്താനുള്ള അവസരമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രണഭൂമിയിൽ ശത്രുക്കൾ ഏറ്റുമുട്ടാൻ വാളോങ്ങുമ്പോൾ അത്തരം സന്ദർഭങ്ങൾ എന്നുള്ളതാണ്. വിശിഷ്യ ഈ വക്ത സഹഫ്, യൗമ സഹഫ് എന്ന് പറഞ്ഞാൽ ഇരു സൈന്യങ്ങൾ മുഖാമുഖം നിൽക്കുന്ന വേളയിൽ അവിടെ ക്ഷമ അനിവാര്യം. ശത്രുക്കൾ മുഖാമുഖം നിൽക്കുമ്പോൾ അക്ഷമനായി പുറംതിരിഞ്ഞോടുക, മുഖം തിരിച്ചോടുക അത് പാടുള്ളതല്ല. അതാണ് ഈ വൻപാപങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ് മൽ കബായിർ, വൻപാപങ്ങൾ ഏത് എന്ന് ചോദിച്ചപ്പോൾ ഹുന്ന തിസ്ഉൻ, അവ 9 ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് എണ്ണി കൊടുത്തു. അശ്ശിർക്കു ബില്ല, അള്ളാഹുവിൽ പങ്കുചേർക്കൽ, വസ്സിഹർ മരണം അല്ലെങ്കിൽ തഅല്ലുമു സിഹർ മാരണം പഠിക്കൽ, വഖത്ലു നഫ്സ് അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് അന്യായമായിട്ടുള്ള മനുഷ്യവധം, വാക്കിലു മാലിൽ യതീം യതീമുകളുടെ സ്വത്ത് തിന്നൽ, വാക്കിലു റിബ പലിശ തിന്നൽ,
അതേപോലെ വത്തവല്ലി യൗമസ്സഹഫ്, എന്താ യൗമുസ്സഹഫ്, സൈന്യങ്ങൾ മുഖാമുഖം കണ്ടുമുട്ടുന്ന സമയം പിന്തിരിഞ്ഞോടൽ, വൻപാപങ്ങളിൽ എണ്ണപ്പെട്ടു. ചില നിവേദനങ്ങളിൽ ഖംസുൻ ലൈസ ലഹുന്ന കഫാറത്തു എന്നാണ്. 5 കാര്യങ്ങൾ അതിൽ കഫാറത്തില്ല, പ്രായശ്ചിത്തല്ല, അങ്ങനെയുള്ള കുറ്റങ്ങളാണ്. അശ്ശിർക്കു ബില്ലാ, ഖത്ലുൻ നഫ്സ് ബിഗൈരി ഹഖ്, വബഹ്തു മുഅ്മിൻ, ഒരു വിശ്വാസിയെക്കുറിച്ചുള്ള കള്ളാരോപണം, വൽ ഫിറാറു യൗമസ്സഹഫ്, അതാണ് നമ്മുടെ വിഷയം. സൈന്യങ്ങൾ മുഖാമുഖം കാണുമ്പോൾ പിന്തിരിഞ്ഞോടൽ. പിന്നെ വയമീനുൻ സാബിറത്തുൻ യഖ്തതിഉ ബിഹാ മാലൻ ബിഗൈരി ഹഖ്, അന്യായമായി സ്വത്ത് കൊള്ളാൻ നടത്തുന്ന സത്യം ചെയ്യൽ. ഈ 5 കാര്യങ്ങൾക്ക് കഫാറത്തില്ല, അത് വലിയ അങ്ങനെയുള്ള പാപങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഹദീസുകളിൽ വായിക്കാം. ഇവിടെ വിഷയം അൽ ഫിറാറു യൗമസ്സഹഫ്, അത്തവല്ലി യൗമസ്സഹഫ്, ശത്രുക്കൾ അല്ലെങ്കിൽ ഇരു സൈന്യങ്ങൾ മുഖാമുഖം കാണുമ്പോൾ പിന്തിരിഞ്ഞോടുക എന്നുള്ളത് വൻപാപാണ്. എന്താ വേണ്ടത്? ക്ഷമാപൂർവ്വം വർത്തിക്കുക എന്നുള്ളതാണ്. ക്ഷമ അത്യന്താപേക്ഷിതമായിട്ടുള്ള സമയമാണ് ഈ ബഅസിൻ്റെ സമയം, വഹീനൽ ബഅസ്, അതാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ 3 സമയങ്ങൾ. ഒന്ന് അൽ ബഅസ, പ്രധാനമായും ദാരിദ്ര്യം, പട്ടിണി, അവശത. പിന്നെ 2 ദറ, സന്താപത്തിൻ്റെ, ദുരിതത്തിൻ്റെ, രോഗത്തിൻ്റെ, വൈഷമ്യത്തിൻ്റെ അവസ്ഥ. പിന്നെ 3 വഹീനൽ ബഅസ്, യുദ്ധ സാഹചര്യത്തിൽ ക്ഷമിക്കുക എന്നുള്ളത് പുണ്യമാണ്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മളെ ഉണർത്തുന്നത്, പഠിപ്പിക്കുന്നത്. ഈ ഒരു ഭാഗത്തോടു കൂടി അൽ ബിർ ആരുടേത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തി. വലാകിന്നൽ ബിർ എന്ന് പറഞ്ഞാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തുടങ്ങിയത്. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബി വൻ നബിയീൻ. ഇത് ബിറിൽ പ്രഥമവും പ്രധാനവുമായ അടിസ്ഥാനമായിട്ടുള്ള വിഷയമാണ്, വിശ്വാസകാര്യങ്ങൾ. പിന്നെ രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർത്തി പറഞ്ഞു വആതൽ മാൽ അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ വബ്നസ് സബീൽ വസ്സായിലീന വഫിർ റിഖാബ്. തുടർന്ന് വഅഖാമസ് സ്വലാത്ത വആതസ് സക, ആരാധനകൾ, അതേപോലെ തന്നെ ധനം വ്യയം ചെയ്യൽ. പിന്നീട് വൽ മൂഫൂന ബി അഹ്ദിഹിം ഇദാ ആഹദു വസ്സാബിരീന ഫിൽ ബഅസാഇ വദ്ദറാഇ വഹീനൽ ബഅസ്. ഈ ആയത്ത് നമ്മൾ ഇത്രയും പഠിച്ചു. ഇനി അതിലെ തുടർച്ചയിൽ ഉലായികല്ലദീന സദഖു വ ഉലായിക ഹുമുൽ മുത്തഖൂൻ, അതാണ് നമുക്ക് ഇതിൻ്റെ അവസാന ഭാഗം ഇനി തുടർന്ന് പഠിക്കാനുള്ളത്. പക്ഷേ നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൽ ചില കാര്യങ്ങൾ പ്രത്യേകം ഈ ആയത്തിൻ്റെ ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതിലൊന്ന്, ഇവിടെ അൽബിറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ വൈയക്തികമായി, അതേപോലെ തന്നെ സാമൂഹികമായി, കുടുംബപരമായി ഒക്കെ നന്മകൾ, സൽപെരുമാറ്റങ്ങൾ, സൽസ്വഭാവങ്ങൾ കൈവരിക്കുവാനുള്ള വിഷയങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സുന്ദരമായിട്ട് കോർത്തു എന്നുള്ളതാണ്. വ്യക്തികളും സമൂഹവും കുടുംബവും ഒക്കെ നന്നാവാൻ, അവരൊക്കെ അഭിവൃദ്ധിപ്പെടാൻ വിഷയങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തി. പിന്നെ ഇവിടെ ഈ മൻ ആമന എന്നുള്ളയിടത്ത് ആ പദപ്രയോഗം മുഫ്രദാണ്, ഏകവചനത്തെയാണ് അറിയിക്കുന്നത്, മൻ ആമന. അതേപോലെ തന്നെ ഇവിടെ നോക്കൂ നിങ്ങൾ, മൻ ആമന 1, വആതൽ മാൽ 2, പിന്നെ വഅഖാമസ്സല, പിന്നെ വആതസ് സക 1, 2, 3, 4. ഇവിടെയൊക്കെ വിശ്വസിച്ച് അംഗീകരിച്ചവൻ, സമ്പത്ത് നൽകിയവൻ, നിസ്കാരം യഥാവിധം നിർവഹിച്ചവൻ, സക്കാത്ത് നൽകി വീട്ടിയവൻ എന്നാണ് ആ പദം അറിയിക്കുന്നത്. പക്ഷെ ഉദ്ദേശം മന്ന് പ്രയോഗിച്ചപ്പോൾ ബഹുവചനാണ്. വിശ്വസിച്ചവർ, നൽകിയവർ, നിസ്കാരം നിർവഹിച്ചവർ, സക്കാത്ത് നൽകി വീട്ടിയവർ എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. പക്ഷേ പദാർത്ഥം നോക്കുമ്പോൾ അത് മുഫ്രദിനെയാണ്, ഏകവചനത്തെയാണ് അറിയിക്കുന്നത്. നോക്കൂ നിങ്ങൾ, വിശ്വസിച്ച് അംഗീകരിച്ചവൻ്റെ പുണ്യം, സമ്പത്ത് നൽകിയവൻ്റെ പുണ്യം, നിസ്കാരം യഥാവിധം നിർവഹിച്ചവൻ്റെ പുണ്യം, സക്കാത്ത് നൽകി വീട്ടിയവൻ്റെ പുണ്യം,
അതാണ് യഥാർത്ഥ പുണ്യം, സാക്ഷാൽ പുണ്യം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെയൊക്കെ ക്രിയകളാണ്. ആമന, ആത, അഖാമ, അതുപോലെ വ ആത സകാത്ത്, ആത. എന്നാൽ വൽ മൂഫൂന ബി അഹദിഹിം ഇദാ ആഹദു വസ്സാബിരീൻ, ഇവിടെ നോക്കൂ നിങ്ങൾ, പദപ്രയോഗം മൂഫൂൻ എന്നുള്ളത് ബഹുവചനാണ്, സാബിരീൻ എന്നുള്ളതും ബഹുവചനാണ്. എന്തുകൊണ്ട് അവിടെ പദം തന്നെ ബഹുവചനം പ്രയോഗിച്ചു? പദപ്രയോഗവും ആശയവും ബഹുവചനം, എന്നാൽ ഇവിടെ പദപ്രയോഗം ഏകവചനം. എന്തുകൊണ്ട്? ഈ മൂഫൂൻ ബി അഹദിഹിം, മൂഫൂൻ എന്നുള്ളത് കരാറുകൾ, അതിൻ്റെ പാലനം, കരാർ അത് യഥാവിധം നിർവഹിക്കൽ, ചെയ്തു വീട്ടൽ, അതേപോലെ ക്ഷമാപൂർവം വർത്തിക്കൽ, അത് സാമൂഹികമായി ശ്രദ്ധിക്കേണ്ടുന്ന, സാമൂഹ്യ ശ്രേണിയിൽ എല്ലാവരും പാരസ്പര്യത്തിൽ, പൊരുത്തത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന നന്മകളാണ് എന്നതിലേക്ക് അത് സൂചന നൽകുന്നു. ഒപ്പം ഇവിടെയൊക്കെ ക്രിയകളാണ് പ്രയോഗിച്ചത്, പക്ഷേ ഇവിടെ ഇസ്മുകളാണ് പ്രയോഗിച്ചത്. വൽ മൂഫൂൻ എന്നുള്ളത് ഇസ്മാണ്, സാബിരീൻ എന്നുള്ളത് ഇസ്മാണ്, ഇസ്മു ഫാഇൽ. ഇതൊക്കെ പ്രവൃത്തികളാണ്, അമാലുകളാണ്, അത് ലിൽ അഫാൽ, പ്രവർത്തിക്കാനുള്ളതാണ്. എന്നാൽ ഇത് സ്വഭാവങ്ങളാണ്. കരാർ പാലനം, ക്ഷമ, ആ സ്വഭാവങ്ങൾ അത് വ്യക്തിനിഷ്ഠമായി ഓരോരുത്തരുടെയും സ്വഭാവങ്ങളായി ജീവിതത്തിൽ തെളിയേണ്ടതും നിലനിൽക്കേണ്ടതുമാണ് എന്നുള്ളതാണ് അറിയിക്കുന്നത്. ഇസ്മു ഫാഇൽ അത് ഇസ്തിമ്രാറിനെ അറിയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരാർ പാലനം എന്നുള്ള സ്വഭാവം, ക്ഷമ എന്നുള്ള സ്വഭാവം അത് നിറഞ്ഞു നിലനിൽക്കുകയും അത് നിത്യമായി തുടരുകയും വേണം എന്നുള്ളതാണ് ഈ പദപ്രയോഗങ്ങൾ ഇങ്ങനെ വന്നതിൻ്റെ പൊരുളായി തഫ്സീറുകളിൽ മനസ്സിലാക്കുവാനുള്ളത്. ഇവിടെ മറ്റൊരു വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ വൽ മസാകീന വബ്നസ് സബീൽ വസ്സായിലീന വഫിർ റിഖാബ്. ഇവിടെ സ്വത്ത് നൽകുന്നതിൻ്റെ, വ്യയം ചെയ്യുന്നതിൻ്റെ വിഷയമാണ് പറയുന്നത്. ഈ ആല എന്നുള്ളത് സ്വത്തിനോടുള്ള ഇഷ്ടത്തിന്മേൽ ഒരാൾ കഴിയുകയാണ്. അല എന്നുള്ളത് ഇസ്തിഅല, ഒരാൾ സ്വത്തിനോടുള്ള അടങ്ങാത്ത ആഗ്രഹത്തിലാണ്, ആ ആഗ്രഹപ്പുറത്താണ് അയാളുള്ളത്, എന്നിട്ടും അയാൾ അത് വ്യയം ചെയ്യുന്നു എന്നുള്ളതാണ്. അല എന്നതിന് മഅ എന്ന അർത്ഥമുണ്ട്. വആതൽ മാല അലാ ഹുബ്ബി എന്ന് പറഞ്ഞാൽ മഅ ഹുബ്ബിഹി, സ്വത്തിനോട് ഇഷ്ടമുള്ളതോടൊപ്പം ആ സ്വത്ത് നൽകുന്നു എന്ന അർത്ഥത്തിൽ. ഇവിടെ ഇങ്ങനെ സ്വത്ത് വ്യയം ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ വആത സക്കാത്ത് എന്ന് പറഞ്ഞു, സക്കാത്ത് നൽകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വആതൽ മാല അലാ ഹുബ്ബിഹി എന്നിടത്ത് സക്കാത്തല്ല ഉദ്ദേശം. സക്കാത്തിനെ ഈ കോർവയിൽ തന്നെ വേറെ പറഞ്ഞപ്പോൾ സക്കാത്തല്ലാത്ത സ്വത്തും ചെലവഴിക്കൽ ബാധ്യതയാകും. അങ്ങനെ ബാധ്യതയാകുന്ന സന്ദർഭങ്ങളുണ്ട്. സമ്പത്തിൽ ദാനം നിർബന്ധമായിട്ടുള്ളത് സക്കാത്ത് മാത്രമല്ല, ഇതര അവസ്ഥകളുമുണ്ട് എന്നത് ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരാൾ തൻ്റെ സ്വത്തിൻ്റെ സക്കാത്ത് നൽകിയാൽ എൻ്റെ സമ്പത്തിലെ ബാധ്യതകൾ തീർന്നു, ഞാൻ സക്കാത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ധനവിനിയോഗം ആവശ്യമായിട്ടുള്ള മേഖലകളിൽ ദവിൽ ഖുർബ, യതാമ, മസാക്കീൻ, ഇബ്നസ് സബീൽ, സായിലീൻ, റിഖാബ്, ഈ മേഖലകളിൽ ഇനി എനിക്കൊരു ഉത്തരവാദിത്വവുമില്ല, ബാധ്യതയുമില്ല എന്നൊരാൾക്ക് പറയാൻ സാധിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ലൈസൽ മുഅ്മിനു അല്ലദീ യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി, വിശപ്പടങ്ങി വിശപ്പും ദാഹവും ശമിച്ച് കഴിയുന്ന ഒരു മുഅ്മിൻ, അവൻ്റെ അയൽവാസി വിശന്ന് പൊരിഞ്ഞ അവസ്ഥയിലാണ് എങ്കിൽ ഇവൻ മുഅ്മിനല്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അയൽവാസി ആരാകട്ടെ വിശന്ന് പൊരിഞ്ഞ അവസ്ഥയിലാണ്, മുഅ്മിനായ ഒരാൾ അയലോക്കത്തുണ്ടായിരിക്കെ വയറ് നിറച്ച് വിശപ്പടങ്ങി കഴിയുന്ന അവസ്ഥയാണെങ്കിൽ അവൻ മുഅ്മിനല്ല എന്ന് പറഞ്ഞില്ലേ. ഇവിടെ അയൽവാസിയുടെ വിശപ്പ് അകറ്റാൻ വേണ്ടി നൽകൽ അത് സക്കാത്തിൻ്റെ വിഹിതം നൽകി മാത്രമല്ലല്ലോ,
സമ്പത്തിൽ സക്കാത്തല്ലാത്ത നിർബന്ധ വിഹിതവും വേറെയുണ്ട് എന്നതിന് ഈ ആയത്ത് സാക്ഷിയാണ്. പണ്ഡിതന്മാർ ഈ ഒരു മസല ഇതോടനുബന്ധിച്ച് ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉലായികല്ലദീന സദഖു വ ഉലായിക ഹുമുൽ മുത്തഖൂൻ എന്നുള്ള ഭാഗമാണ് ഇതിൽ തുടർന്ന് പഠിക്കുവാനുള്ളത്. ഞാൻ ഈ ഒരു ആയത്തിനെ ഇവിടെ ഒന്നിച്ച് ഈ ഒരു അവസരത്തിൽ കാണിച്ചത് നമ്മുടെ ദീൻ എത്ര മഹനീയം എന്നുള്ളത് നമ്മൾ ഇവിടെ ഒന്ന് ഓർക്കാൻ വേണ്ടിയാണ്. ചില കുബുദ്ധികൾ വിശുദ്ധ ഖുർആൻ ആദ്യാന്തം വായിച്ചിട്ടും സൽസ്വഭാവങ്ങളും സൽചര്യകളും പുണ്യങ്ങളും നന്മകളും വിശുദ്ധ ഖുർആനിൽ അവർക്ക് കാണാൻ സാധിച്ചില്ല. മാനവികതയെയും മനുഷ്യത്വത്തെയും വിശുദ്ധ ഖുർആനിൽ അളക്കാനായില്ല എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. ഒരൊറ്റ വചനം സൂറത്തുൽ ബഖറയിലെ 177 വചനം, അതിൽ നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസപരമായി, പെരുമാറ്റപരമായി, സ്വഭാവ സംബന്ധിയായി എത്രയെത്ര വിഷയങ്ങൾ ഇത് പ്രയോഗവൽക്കരിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെയുള്ള വ്യക്തികൾ ജീവിക്കുന്ന കുടുംബം, സമൂഹം, അവർ എത്രമേൽ ധന്യരും അനുഗ്രഹീതരുമായിരിക്കും. അങ്ങനെയുള്ള ഒരു സാമൂഹിക സാഹചര്യം എത്ര അനുഗ്രഹീതമായിരിക്കും. ഇത് ഈ ഒരു പുണ്യത്തെ അല്ലാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ നിർവചിച്ചതിൽ നിന്ന് പ്രത്യേകം നമുക്ക് വായിക്കാനുള്ളൊരു വിഷയമാണ്. കേവലം കിഴക്കിലേക്കോ പടിഞ്ഞാറിലേക്കോ മുഖം തിരിക്കലല്ല യഥാർത്ഥ പുണ്യം. അതിനപ്പുറം ഒരു വലിയ ലോകമാണ്, വലിയ നന്മയാണ്, വലിയൊരു കാര്യമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ധാരണകളെ തിരുത്തി യാഥാർത്ഥ്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ ആ യാഥാർത്ഥ്യങ്ങൾ, അതാണ് നമ്മളിവിടെ ഏതാനും ക്ലാസ്സുകളിൽ പല ചരിത്രങ്ങളുടെയും വെളിച്ചത്തിൽ മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവസാനിക്കുമ്പോൾ നമ്മളോട് പറയുന്നത് ഉലായികല്ലദീന സദഖു വ ഉലായിക ഹുമുൽ മുത്തഖൂൻ എന്നാണ്. ആരാണ് അല്ലദീന സദഖു, ആരാണ് അൽ മുത്തഖൂൻ? ഈ ഒരു ആയത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ, സാഹചര്യത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാം. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.